അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, കരളിന്റെ കഷ്ണങ്ങളായ സബ്സ്ക്രൈബ്സുകളെ, എന്തെന്ന് പറഞ്ഞ് നമ്മുടെ ശബ്ദങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും നമ്മുടെ ഇഷ്ടകഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ ഒത്തുചേരുകയും നമ്മെ അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. നമ്മെ അള്ളാഹു ഖൈറിൽ നിന്ന് ഖൈറിലേക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ ദുന്യവിയും മുഖ്റവിയുമായ പ്രശ്നങ്ങളെ മുഴുവനും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ നൽകട്ടെ. മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നും അവരുടെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു കൂടെയുണ്ടാകുമെന്നും അള്ളാഹു മുഅ്മിനീങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആവർത്തിച്ചുള്ള ആ വലിയ ആശ്വാസ്യ വാക്ക്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ വാഗ്ദാനം, അത് വലിയൊരു വാഗ്ദാനമാണ്. അത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പക്ഷെ യഥാർത്ഥ സത്യവിശ്വാസി ആയെങ്കിലേ നമുക്കത് ലഭിക്കൂ എന്നതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാനിന്റെ കേടുപാടുകളെ തീർത്ത് നമ്മുടെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വെമ്പുകയും അതിനുവേണ്ടി എന്തെല്ലാം ഉണ്ട് എന്ന് തിരയുകയും അതിനായി ഇൽമിന്റെ കേന്ദ്രങ്ങളിലൊന്നായ ഈ വിധത്തിലുള്ള മൊബൈലിനകത്തുള്ള യൂട്യൂബിനകത്തുള്ള സെർച്ചിങ് നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസ്യമായിട്ട് ഒരു ഹദീസ് എൻ്റെ കണ്ണിൽപ്പെട്ടു. അതൊന്ന് വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസിൽ വന്നിരിക്കുന്നത്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ 7 വട്ടം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പറയുന്നത്. ആ ഉത്തരം കിട്ടാൻ ആവശ്യമായ ആ 7 ദിക്ർ അത് വളരെ മനസ്സാന്നിധ്യത്തോടുകൂടിയും അർത്ഥമറിഞ്ഞുകൊണ്ടും ചൊല്ലണം. ശുദ്ധിയോടുകൂടിയും അള്ളാഹു വാഗ്ദാനം ചെയ്തത് കുറച്ച് വൈകിയാലും അതുണ്ട് എന്നുറച്ച ഈമാനോടുകൂടെ ചെല്ലണം. അങ്ങനെ ചൊല്ലുന്നയാൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ് ആ ദിക്ർ, ഏതാണ് ആ ഹദീസ്? ശരിക്കും പറഞ്ഞാൽ അത് എത്ര വട്ടം ചൊല്ലണമെന്ന് ആ ഹദീസിലില്ല. പക്ഷെ 7 വട്ടം ചൊല്ലണമെന്ന് ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഈ വക കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആ ഹദീസിലേക്ക് പ്രവേശിക്കാം. മഹാനായ ബഹുമാനപ്പെട്ട ത്വബ്രാനി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ഔസത്ത് എന്ന ഹദീസ് ക്രോഡീകരണത്തിൽ 1028 ഹദീസിൽ 1028 ഹദീസിൽ മഹാനുഭാവൻ പറയുന്നു, ഹദ്ദസന അഹ്മദു, ഇമാം അഹ്മദ് ഇമാം എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. അദ്ദേഹം പറയുന്നു, ഹദ്ദസന അബ്ദുറഹ്മാൻ ഇബ്നു ബക്കർ, എനിക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ബക്കർ എന്ന മഹാനാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം പറയുന്നു, ഹദ്ദസന മുഹമ്മദ് ബിൻ ഹുംറാൻ എന്നയാളാണ് എനിക്ക് ഈ ഹദീസ് പറഞ്ഞു തന്നതെന്ന്. അദ്ദേഹം പറയുന്നു, എനിക്ക് അബൂ റൗഹാണ് ഈ ഹദീസ് പറഞ്ഞു തന്നത്. അവർ പറയുന്നു, എനിക്ക് ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് പറഞ്ഞു തന്നതെന്ന്. ഹസൻ എന്നവർ പറയുന്നു, സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ബിസ്മി ഹംദൊക്കെ ചൊല്ലിയിട്ട് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഒരു പ്രസംഗ പീഠത്തിൽ കയറി നിന്നിട്ട് സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായ സ്വഹാബി ഞങ്ങളോട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ഹദീസൻ സമിഅതുഹു മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാനത് കേട്ടത് മിറാറൻ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ഒരുപാട് വട്ടം ആവർത്തിച്ച് കേട്ടിട്ടുള്ള ആ ഹദീസ് നിങ്ങൾക്ക് ഈ തരുണത്തിൽ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞതിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും വമിൻ അബീബക്കറിൻ മിറാറൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആവർത്തിച്ച് കേട്ടിട്ടുള്ള, എപ്പോഴും നിങ്ങളിത് ചൊല്ലണേ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള, വമിൻ ഉമർ മിറാറൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന് ശേഷം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് തന്റെ പ്രഭാഷണങ്ങളിൽ അനുയായികളോട് ഉപദേശിച്ചിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ
ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, ബല, നിങ്ങളതൊന്ന് പറഞ്ഞു തരി, നിങ്ങൾ ഞങ്ങൾക്കതൊന്ന് പറഞ്ഞു തരി എന്ന് പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മൻ ഖാല, വല്ലവനും പറഞ്ഞാൽ, ഇദാ അസ്ബഹ വ ഇദാ അംസാ, രാവിലെയായാലും വൈകുന്നേരമായാലും, രാവിലെ 7 വട്ടം വൈകുന്നേരം 7 വട്ടം. 7 വട്ടം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. രാവിലെ 7 വട്ടവും വൈകുന്നേരം 7 വട്ടവും പതിവാക്കിയാൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചൊല്ലുന്ന നാവായിരിക്കണമെന്നാണ് ഇതിന്റെ ഹദീസിന്റെ സിയാഖിൽ നിന്ന് മനസ്സിലാവുന്നത്. രാവിലെ 7 വട്ടം എപ്പോഴും ഈ ഒരു ദിക്ർ പതിവാക്കണം, പറയാൻ പോകുന്ന ദിക്ർ. വൈകുന്നേരവും 7 വട്ടം ചൊല്ലണം. അപ്പൊ എപ്പോഴും അവന്റെ ജീവിതത്തിലെ ഒരു വൃത്തിയായിരിക്കണം, അവന്റെ ജീവിതത്തിലെ ഒരു പതിവായിരിക്കണം. രാവിലെ 7 വട്ടം ഞാൻ ഈ ചൊല്ലാൻ പോകുന്ന ഹദീസിലെ ഈ ദിക്ർ ചൊല്ലിയിരിക്കണം. വൈകുന്നേരവും മറക്കാതെ ഇത് ചൊല്ലണം. ഇങ്ങനെ എപ്പോഴും ചൊല്ലുന്ന അയാളുടെ നാവ് പൊന്നായി മാറും. അവന്റെ നാവിൻ തുമ്പിലൂടെ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയോ അല്ലാതെയോ എന്ത് പറഞ്ഞു, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചോ അത് അള്ളാഹു നൽകുമെന്ന് പറയുന്ന ഈ വലിയ സ്ഥാനത്തേക്ക് അവൻ ഉയരാൻ രാവിലെയും വൈകുന്നേരം 7 വട്ടം ഇവൻ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരാളായി അവൻ മാറണം. ഏതാണ് ആ ദിക്ർ? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളോട് സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. ഏതാണ് ആ ദിക്ർ? ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, തെറ്റുകൂടാതെ പറയുക. ഇതിന്റെ അർത്ഥം ഞാൻ പറയാം, അതും ഗ്രഹിച്ചുകൊണ്ട് മനസ്സിരുത്തി പറയുക. അല്ലാഹുമ്മ അൻത ഖലഖ്തനീ വ അൻത തഹ്ദീനീ വ അൻത തുഅ്തിമുനീ വ അൻത തുത്ഇമുനീ വ അൻത തസ്ഖീനീ വ അൻത തുമീതുനീ വ അൻത തുഹീനീ. ഇതാണ് ആ ദിക്ർ. അല്ലാഹുമ്മ അൻത ഖലഖ്തനീ വ അൻത തഹ്ദീനീ വ അൻത തുത്ഇമുനീ വ അൻത തസ്ഖീനീ വ അൻത തുമീതുനീ വ അൻത തുഹീനീ. ഖലഖ്തനീ, തഹ്ദീനി, തുത്ഇമുനി, തസ്ഖീനി, തുമീതുനി, തുഹീനി. 6 അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ മനസ്സിരുത്തി നീയാണത് ചെയ്യുന്നതെന്ന് അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അള്ളാഹുവെ, അൻത ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. എന്റെ സൃഷ്ടിപ്പിൽ മറ്റൊരു ശക്തിക്കും പ്രവേശനമില്ല, അതുറപ്പാണ്. വഅൻത തഹ്ദീനി, നീയാണ് എന്നെ നേർവഴിയിലാക്കിയത്. വേറെ ആർക്കും അതിൽ യാതൊരു കൈക്കടത്തലുമില്ല. നിന്റെ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ ഞാൻ ഹിദായത്തായി, നീയാണ് ഹിദായത്താക്കിയത്. പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, എന്റെ ഉമ്മായുപ്പ എന്നെ നേർവഴിയിൽ നടത്തി. ഇതിനെല്ലാം കാരണം നീയാണ്. വഅൻത തഹ്ദീനി വഅൻത തുത്ഇമുനി, നീയാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, നീ എനിക്ക് ഭക്ഷണം നൽകുന്നു. വഅൻത തസ്ഖീനി, നീ എന്നെ കുടിപ്പിക്കുന്നു, വെള്ളം തരുന്നു. വഅൻത തുമീതുനി, നീ എന്നെ മരിപ്പിക്കുന്നു. വഅൻത തുഹീനി, നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഭക്ഷണവും വെള്ളവും നൽകുന്നവനും സൃഷ്ടിച്ചവനും എന്നെ നേരായ വഴിയിൽ പരിശുദ്ധ ഇസ്ലാമിൽ നിലനിർത്തുന്നവനും എല്ലാം നീയാണ്. അള്ളാഹുവിനോട് ഇത് വകവെച്ചു കൊടുത്തുകൊണ്ട് രാവിലെ 7 വട്ടം വൈകുന്നേരം 7 വട്ടം ഇത് ചൊല്ലിയാൽ ലം യസ്അൽ ഷൈഅൻ ഇല്ലാ അഅതാഹുല്ലാഹ്, അള്ളാഹുവിനോടവൻ എന്ത് ചോദിച്ചുവോ അത് അള്ളാഹു കൊടുത്തിരിക്കും. ലം യസ്അൽ ഷൈഅൻ, അള്ളാഹുവിനോടവൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഇല്ലാ അഅതാഹുല്ലാഹ്, അള്ളാഹു അതിനെ കൊടുത്തിട്ടല്ലാതെ, ഇയാഹു അവനിക്ക്, അഅതാഹുല്ലാഹ് അള്ളാഹുവിന് കൊടുത്തിട്ടല്ലാതെ, ഇയാഹു ആ ചോദിച്ചതിന് അള്ളാഹുവിന് കൊടുത്തിട്ടല്ലാതെ ഇല്ല. ഇത് 7 വട്ടം രാവിലെ, 7 വട്ടം വൈകുന്നേരം. 7 വട്ടം എന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്ന, ഹസൻ റളിയല്ലാഹു അൻഹു, ഞാൻ ഇതിനെ പോയി അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന വലിയ പൂർവിക ഗ്രന്ഥങ്ങളിലൊക്കെ, പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ അറിവുള്ള, ബൈബിളിൽ അഥവാ ഇഞ്ചീലിലും തൗറാത്തിലൊക്കെ വലിയ അറിവുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന അഹ്ലി കിതാബിൽപ്പെട്ടയാൾ, മുസ്ലിമായി വലിയ സ്ഥാനത്തിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ഞാനിത് പറഞ്ഞപ്പോൾ സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്നോട് തിരിച്ചു പറഞ്ഞത്, ഞാൻ ഈ ഹദീസ് കേൾക്കുമ്പോൾ ബി അബി ഉമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലായിൽ കലിമാത്തു കാനല്ലാഹു അസ്സ വജല്ല ഖദ് അഅതാഹുന്ന മൂസ അലൈഹിസ്സലാം, ഇതേ വാചകമാണ് മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയിരുന്നത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയിരുന്നത് ഫകാന യദ്ഉ ബിഹിന്ന ഫീ കുല്ലി യൗമിൻ സബ്അ മിറാർ. മൂസാ നബി അലൈഹി സ്വലാം 7 വട്ടം ചൊല്ലാറുണ്ടായിരുന്നു ഈ ദുആ. എന്നിട്ട് ഫലാ യസ്അലുല്ലാഹ അസ്സ വജല്ല ഷൈഅൻ ഇല്ലാ ആതാഹു ഇയ്യാഹു. അവിടുന്ന് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും കൊടുത്തിരുന്നു എന്നുള്ളത് ആ സംഭവത്തിന്റെ ആ ദുആഇന്റെ ബറക്കത്തുകൊണ്ടായിരിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ദുആ ആണ്. മൂസാ നബി 7 വട്ടം ചൊല്ലിയിരുന്നു, ഉത്തരം കിട്ടിയിരുന്നു. ഇതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ലോകത്തിന് പഠിപ്പിച്ചത്. ഇതാണ് നമുക്കിന്ന് കൈമാറാനുള്ള ഹദീസ്. എല്ലാവരും ഇത് വെച്ച് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യവും മുസ്ലിമീങ്ങളുടെ മൊത്തം ലോക മുസ്ലിമീങ്ങളുടെ കാര്യവും മറ്റു മനുഷ്യരുടെ മുഴുവനും നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് സമാധാനപരമാകാൻ ചോദിക്കുക. ഈ ഉള്ളവനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.